അപ്പോൾ നമ്മൾ Tkinter പുതിയൊരു ടോപ്പിക് Tkinter ക്ലാസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. എങ്ങനെയാണ് ഒരു ക്ലാസ് ക്രിയേറ്റ്, നമുക്കറിയാം അല്ലേ, ഊപ്സിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ Tkinterനകത്താണെങ്കിൽ എങ്ങനെയാണ് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ എന്ത് വേണം, നമുക്കൊരു ഇമ്പോർട്ട് ചെയ്യണം നമ്മുടെ Tkinterനെ. ഫ്രം Tkinter import asterisk ക്ലാസ്സിനകത്ത് എനിക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം, മൈ ഫൺ. ഓക്കെ, ഞാൻ അങ്ങനെ വെറുതെ കൊടുക്കുന്നു. Then നമുക്കറിയാം ഇനിറ്റ് അല്ലേ, ഇതെല്ലാം സെയിം തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനിറ്റ് ഇനിഷ്യലൈസേഷൻ കൊടുക്കുന്നു. ആ ഇനിഷ്യലൈസേഷൻ അത് നിങ്ങൾക്ക് എന്താണോ റിക്വയർമെന്റ് അതിനനുസരിച്ച് കൊടുക്കാം. ഞാനിപ്പം ഒരു ലൈക്ക് റൂട്ട് 1 എന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ റൂട്ട് എന്ന് കൊടുക്കുന്നു, എന്തെങ്കിലും. ഓക്കെ, നോ ഇഷ്യൂ. സോ അതിന്റെ ഒരു ഫ്രെയിമിനകത്താണ് നമ്മൾ ബട്ടൺ പഠിച്ച സമയത്ത് കണ്ടായിരുന്നല്ലേ, ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്ത് ബട്ടൺ ക്രിയേറ്റ് ചെയ്യും. ഞാനപ്പോൾ അതുപോലെ തന്നെ ഫ്രെയിമിനകത്താണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫ്രെയിമിനകത്ത് ഫ്രെയിം ഈക്വൽ ടു ഒരു വേരിയബിൾ ആണ് ഫ്രെയിം എന്ന് പറയുന്നത്. ഫ്രെയിമിനകത്തോട്ട് ഫ്രെയിം എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ വേരിയബിളിനെ റൂട്ട് 1 എന്ന് പറഞ്ഞ വേരിയബിളിനെ ഞാൻ പാസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഫ്രെയിം ഡോട്ട് പാക്ക് ചെയ്യുന്നു. ദെൻ അതിനെ പാക്ക് ചെയ്തു അല്ലെ. ഇനി എന്താ വേണ്ടത് നമുക്ക്, ഇനി വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നമുക്കൊരു ബട്ടണെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നടക്കേണ്ട കുറച്ച് പരിപാടികൾ അല്ലേ. സോ ഞാനൊരു സെൽഫ് ഡോട്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാം തന്നെ സെൽഫിനകത്ത് വേണം വിളിക്കാനായിട്ട്. സോ ഞാൻ സെൽഫ് ഡോട്ട് പ്രിന്റ് ബട്ടൺ, ഒരു വേരിയബിൾ നെയിം ആണ്. ഓക്കെ, ഈക്വൽ ടു അതിനകത്ത് എന്ത് പാസ് ചെയ്യുന്നു, ഫ്രെയിം ആണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഫ്രെയിമിനകത്ത് എന്റെ റൂട്ട് എടുത്ത് വെച്ചിരിക്കുന്ന വേരിയബിൾ ഫ്രെയിം, സോറി ഇത് ബട്ടൺ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അറിയാതെ ഞാൻ എഴുതാണ് കേട്ടോ. ബട്ടൺ ഓഫ് ഫസ്റ്റ് പാസ് ചെയ്യേണ്ടത് ഫ്രെയിം എന്ന് പറഞ്ഞാക്കും. പിന്നെന്താ, ടെക്സ്റ്റ് ഈക്വൽ ടു ക്ലിക്ക്. പിന്നെ കമാൻഡ് ഒക്കെ പിന്നെ എഴുതാം, നമുക്കത് പാക്ക് ചെയ്യാം. ഇതിനെ സെൽഫ് ഡോട്ട് പ്രിന്റ് ബട്ടൺ ഡോട്ട് പാക്ക്. വ്യത്യാസം ഒന്നുമില്ല, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. വേറെ പാക്ക് കൊടുക്കണമെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. വേറൊരു വേരിയബിളൂടെ ക്രിയേറ്റ് ചെയ്യുന്നത് ക്വിറ്റ് ചെയ്ത് പോരാൻ. ഞാൻ ക്വിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്വിറ്റ് ചെയ്ത് പോകണം, അതിന് വേണ്ടിയാണ്. ക്വിറ്റ് ബട്ടൺ equal to button of frame, comma, text equal to നിങ്ങൾക്ക് എന്താണോ എഴുതേണ്ടത് എഴുതാം. ഞാൻ എക്സിറ്റ് എഴുതുന്നു. ഓക്കെ, മതി. ഇനി നമുക്ക് ഇതിനെ പാക്ക് ചെയ്യാം. സെൽഫ് ഡോട്ട് ക്യൂ ബട്ടൺ ഡോട്ട് പാക്ക്. ഓക്കെ, ഞാനൊരു ലെഫ്റ്റ് സൈഡിൽ എനിക്ക് ഇത് പ്രിന്റ് വരണം. ഈ ബട്ടൺ കൊണ്ട് സൈഡിലേക്ക് ഏറ്റവും ലെഫ്റ്റ് കൊടുക്കുന്നു. ഇനി ഫസ്റ്റ് വൺ, ഈ ബട്ടണെ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഈ പ്രിന്റ് ബട്ടൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് വരണം, ബട്ടൺ ക്ലിക്ക് എന്ന് മെസ്സേജ് വരണം അല്ല. അപ്പൊ നമുക്കറിയാം ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് ചെയ്യാനായിട്ടല്ലേ. സോ ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ശ്രദ്ധിക്കണം ഇൻഡന്റേഷൻ എവിടെ എഴുതുന്നു എന്നുള്ളത്. DEF. പിന്നെ നമുക്ക് എന്താണോ കൊടുക്കേണ്ട, മെസ്സേജ് ഫംഗ്ഷൻ നെയിം അത് കൊടുക്കാം. പ്രിന്റ് മെസ്സേജ് എന്നൊരു പറഞ്ഞൊരു ഫംഗ്ഷൻ. എന്നിട്ട് ഞാൻ മെസ്സേജിന് കൊടുക്കുന്നു പ്രിന്റ് ഓഫ് ക്ലിക്ഡ്. ഓക്കെ, അപ്പം പി മെസ്സേജ് എന്ന് പറഞ്ഞപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ, ഈ പി ബട്ടൺ എന്ന് പറയുന്നത് ബട്ടണെ ക്ലിക്ക് ചെയ്യുമ്പോൾ വേണം നമുക്ക് എന്ത് വരാൻ, ഇത് വരാനായിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, കമാൻഡ് ഈക്വൽ ടു, കമാൻഡ് ആണേ, കമാൻഡ് ഈക്വൽ ടു ഈ പി മെസ്സേജിനെ വിളിക്കുന്നു. പി മെസ്സേജ്. അപ്പൊ അത് വെറുതെ വിളിച്ചാൽ പറ്റില്ല, സെൽഫ് വെച്ച് വിളിക്കാം. സെൽഫ് ഡോട്ട് പി മെസ്സേജ്.
ശ്രദ്ധിക്കുക, ബ്രാക്കറ്റ് നമുക്ക് വേണ്ട അവിടെ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ക്വിറ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമ്മൾ അതിന് പ്രത്യേകിച്ച് ഫംഗ്ഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് എക്സിറ്റ് ആയി പോകാനായിട്ട് അത് കമാൻഡ് ഈക്വൽ ടു നമ്മുടെ ഫ്രെയിം ആണല്ലോ, നമ്മുടെ ഈ റൂട്ട് നടക്കുന്ന ഈ ഫ്രെയിം വേരിയബിൾ ഇല്ല, അതിനെ ക്വിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഫ്രെയിം ഡോട്ട് ക്വിറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഓൾറെഡി ബിൽഡ് ആയിട്ടുണ്ട്, അപ്പൊ അതിനെ അങ്ങ് വിളിച്ചാൽ മതി. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി എന്താ വേണ്ടത്? നമുക്ക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം അല്ലെ. സോ നമ്മൾ ഇതിനായിട്ട് ടി കെ ഫംഗ്ഷൻ എടുത്ത് വെച്ചില്ല അല്ലെ. കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് വന്ന് കാണും, റൂട്ടിനകത്ത് ടി കെ എടുത്ത് വെച്ചില്ല. സോ റൂട്ടിനകത്ത് ടി കെ എടുത്ത് വെക്കുന്നു. എന്നിട്ട് ഒരു വേരിയബിളിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്തിന്റെ? ക്ലാസിന്റെ അല്ലെ. എന്റെ ക്ലാസിന്റെ പേര് മൈ ഫൺ. ആ ക്ലാസ്സിനകത്തോട്ട് റൂട്ടിനെ പാസ് ചെയ്യും. എന്നിട്ടോ മെയിൻ ലൂപ്പിനെ ക്ലോസ് ചെയ്യാം. റൂട്ട് ഡോട്ട് മെയിൻ ലൂപ്പ്. ഇത്രേ ഉള്ളൂ. റൺ ചെയ്ത് നോക്കാം. ഇനി കാണാൻ പറ്റും രണ്ട് ബട്ടൺ ഇവിടെ ഉണ്ട്. ഒന്ന് ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്ലിക്ക് എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. എക്സിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ക്ലോസ് ആയി പോകണം, അത് ക്വിറ്റ് ആയി പോകണം. എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, ക്വിറ്റ് പോവുന്നില്ല. യെസ്, ഞാൻ ഇവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ആവാത്തത്. സേവ് ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്യാം. ഓക്കെ, ക്ലിക്ക് കണ്ടോ, എക്സിറ്റ് കണ്ടോ, ക്ലോസ് ആയത് കണ്ടോ. അങ്ങനെയാണ് നമ്മള് ക്ലാസ് എഴുതുന്നത്. ക്ലാസ്സിൽ ഒന്നും എഴുതുന്നേ നമ്മൾ ഈ ഊപ്സ് എഴുതുന്ന പോലെ തന്നെ ഇനിറ്റിന്റെ ഒരു ഫംഗ്ഷൻ എഴുതുക, ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക, ക്ലാസിന്റെ പേര് വെച്ച് ഇനിറ്റ് എഴുതുക, സെൽഫ് വെച്ചിട്ട് നമ്മൾ ബട്ടണോ എന്താന്ന് വെച്ചാൽ ലേബലോ ബട്ടണോ എന്താന്ന് വെച്ചാൽ ചെയ്യുക. പിന്നെ മെസ്സേജ് വേണം, അതിനകത്ത് മെസ്സേജ് അല്ലെങ്കിൽ ഫംഗ്ഷനായിട്ട് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ കമാൻഡ് ഈക്വൽ ടു എന്ന് വിളിച്ചാൽ മതി. അപ്പൊ നിങ്ങളുടെ ടാസ്ക് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്ലാസ്സിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ബേസ്ഡ് ഓൺ ഹോസ്പിറ്റൽ, ബേസ്ഡ് ഓൺ സ്റ്റുഡന്റ്, സ്കൂൾ, എന്തെങ്കിലും ബേസ് ചെയ്ത് നിങ്ങൾ ചെയ്യുക. അതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ത്രീ ബട്ടൺ, ഓക്കെ, 3 ബട്ടൺ വിത്ത് ലേബലൂടെ വേണം. അപ്പം ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിക്ക് എന്നുള്ള മെസ്സേജസും, രണ്ടാമത്തെന്ന് പറയുമ്പോൾ ക്യാൻസൽഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാൻസൽഡ് എന്നുള്ള മെസ്സേജ് ആണ് വരേണ്ടത്, ക്വിറ്റ് ചെയ്ത് പോവല്ല വേണ്ടത്. ആൻഡ് മൂന്നാമത്തത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എക്സിറ്റ് ആയി പോകണം. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ ടാസ്ക്. ഓക്കെ, ഇത് ചെയ്തിട്ട് അയക്കാം.